ബൈബിൾ ഏറ്റവും വലിയ സംഭവമാണ്. അതായത് ഈ രക്തസ്രാവക്കാരി സൗഖ്യപ്പെടുന്ന സംഭവം. ഈശോ ജനത്തിരക്കിനിടയിലൂടെ പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു മകള് ഈശോയുടെ പിന്നിലൂടെ വന്നിട്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുന്നത് നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. ലൂക്കാ 8:43 മുതൽ. അപ്പോൾ 12 വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോ ഇങ്ങനെ ജനക്കൂട്ടത്തിന് നടുവിലൂടെ പോകുമ്പോൾ ആളുകൾ ഈശോയെ സ്പർശിക്കുന്നുണ്ട്, ഈശോയും ആളുകളെ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസ്, നീ ഇതെന്ത് പറഞ്ഞത്? എല്ലാവരും നിന്നെ സ്പർശിക്കുന്നുണ്ട്, ജനം തിക്കുന്ന കണ്ടില്ല, പിന്നെന്ത് ഇങ്ങനെ? അല്ല, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നു. ആ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരാളിലേക്ക് മാത്രമാണ് ശക്തി ഒഴുകിയത്, ഒരു രോഗിയിലേക്ക് മാത്രം. ആ രോഗി വിശ്വാസിനിയായ രക്തസ്രാവക്കാരിയായിരുന്നേ. ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അറിയും. നിന്റെ പ്രാർത്ഥന ദൈവം അറിയണമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം അറിയുന്നില്ല. പാഴ്വേലയായിട്ട് മാറുവേ, അതര വ്യായാമങ്ങളായിട്ട് മാറും. കുറെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടോ, കുറെ യേശുവേ സ്തോത്രോ, യേശുവേ നന്ദി പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് വിശ്വാസത്തോടെ രക്തസ്രാവക്കാരിയായ മകള് തൊട്ടതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാലേ ദൈവം അറിയുള്ളൂ. നിന്റെ പ്രാർത്ഥന ദൈവം അറിയണം, നിന്റെ കണ്ണുനീര് ദൈവം അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടെയുള്ള കണ്ണുനീരാകട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണ് എങ്കിൽ ദൈവം അറിയും. അത് സംശയിക്കാതെ വിശ്വസിക്കുന്നത് ഭാഗ്യം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം. ഈശോ പറയാ, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നു. ഈശോയിൽ ശക്തിയുണ്ട്. ആ ശക്തി ഒഴുകുന്നത് വിശ്വാസത്തോടെ സ്പർശിക്കുന്ന വ്യക്തികൾക്കാണ്. പരിശുദ്ധ കുർബാനയൊക്കെ നടക്കുമ്പോൾ, ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ, സഭ ബലിയർപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ ഈശോ ഉത്ഥിതനായ കർത്താവിൻ്റെ സജീവ സാന്നിധ്യ സഭയിലുണ്ട്. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളേ. അതൊന്നും ഒരുപാടവർക്ക് അനുഭവിക്കാൻ പറ്റാതെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുക. കാഴ്ചക്കാരും കേൾവിക്കാരുമായിട്ട് നമ്മൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരും. ഒരു കാര്യം ഉറപ്പാ, ഈ കാഴ്ചക്കാരും കേൾവിക്കാരും പതുക്കെ ദേവാലയം പോകുന്ന ഒരു കാലം വരുന്നുണ്ട്. കാഴ്ചക്കാരും കേൾവിക്കാരും അത് വിട്ടുപോകുന്ന അവസ്ഥ. പക്ഷേ വിശ്വാസമുള്ളവർ ആരൊക്കെ പോയാലും സഭയിൽ ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് ആ സഭയുടെ നടുമുറ്റത്ത് ഉണ്ടായിരിക്കേ. ശബ്ദമേർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അതാ ഈ കുഷ്ഠരോഗി ഈശോയോട് പറയുന്നൊരു പ്രാർത്ഥന, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധി. അവന് ഈശോയ്ക്ക് അവനെ വിശുദ്ധീകരിക്കാൻ, അവൻ്റെ കുഷ്ഠമെടുത്ത് മാറ്റാൻ ശക്തി ഈശോയിലുണ്ടെന്നവന് വിശ്വാസമുണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുഷ്ഠം മാറ്റാൻ ഈശോയ്ക്ക് പറ്റുമെന്ന് നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കണം. നിന്റെ പാപമാകട്ടെ, മദ്യപാനാകട്ടെ, മദ്യപാനൊരു കുഷ്ഠാട്ടോ. കുറ്റം പറയുന്നത് കുഷ്ഠരോഗ, പരദൂഷണം കുഷ്ഠരോഗം, അത് വ്യഭിചാരം കുഷ്ഠരോഗം പോലത്തെ രോഗമാണത്.
മദ്യപാനം, പുകവലിയ്, കഞ്ചാവ്, കുഷ്ഠരോഗം പിടിപെട്ട പിന്നെ അവനെ കൊണ്ടേ പോകൂ. അവനവന് കുടുംബം, മക്കള്, തലമുറയും കൊണ്ട് പോകുന്ന കാണാൻ പറ്റും. വ്യഭിചാരമൊക്കെ കുഷ്ഠരോഗം, അത് അവനെ കൊണ്ട് തീരെയല്ല. അവൻ്റെ മക്കള്, ഭാര്യ, അവളുടെ ഭർത്താവ്, കുടുംബം, നാട്, ജോലിസ്ഥലം എല്ലാത്തിനും നാശിപ്പിച്ചോണ്ട് ഒരു ജീവിതം കൊണ്ട് കുറേ എണ്ണത്തിന് കുഷ്ഠരോഗം കൊടുത്തിട്ടേ ആ വ്യക്തി പോകുള്ളേ. നീ വിശുദ്ധീകരിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാട് നീളെ ഓടി നടന്നിട്ട് കാര്യമില്ല. നിന്റെ മുമ്പിൽ ഓരോ ദിവസവും വരുന്ന കർത്താവിനോട് നീ കരഞ്ഞു പറ, ഈ കുഷ്ഠരോഗി, കർത്താവേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും, നിനക്ക് ശുദ്ധനാക്കാം. അതാണ് ഫെയ്ത്ത്. ആ കുഷ്ഠരോഗിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് അവനെ നോക്കിയാൽ മതി, കർത്താവ് ഒരു വാക്കരളി ചെയ്താൽ മതി. മക്കളെ, അത് ഫെയ്ത്ത് ഉണ്ടാകണം. ഏതാണ് ശരിക്കും സഭ എന്താണെന്നറിയോ? സഭ എന്ന വാക്കിന് ബുദ്ധിജീവികളുടെ കൂട്ടായ്മ എന്നല്ല. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസികളുടെ കൂട്ടായ്മയെന്നാ. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മ. ഇതിനകത്തിരിക്കാൻ യോഗ്യതയുള്ളത് വിശ്വാസമുള്ളവർക്ക് മാത്രം. വിശ്വാസത്തിന്റെ പേര് പറയുന്നവർക്കല്ല, വിശ്വാസത്തെ കുറിച്ച് പ്രസംഗം പറയുന്നവർക്കല്ല. വിശ്വാസമുള്ളവന് മാത്രമേ സഭയുടെ കൂട്ടായ്മയിലായിരിക്കാനുള്ള അനുവാദമുള്ളൂ. എങ്കിലേ ഞാൻ അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ക്രൈസ്തവ കുടുംബം എന്ന് പറയണമെങ്കിൽ വിശ്വാസമുള്ള കുടുംബം, ഈ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന കുടുംബം, രാത്രി പകലും ഒരുപോലെ അനുഭവിക്കുന്നു. അല്ലാതെ വേറെ കുടുംബങ്ങളല്ലത്. നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ മക്കളെ നോക്കി നിനക്ക് പറയാൻ പറ്റുമോ വിശ്വാസമുണ്ടെന്ന്? സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനടിയട്ടെ. പോരാ പോരാ പോരാ. കരങ്ങൾ ഉയർത്തി കടിച്ച് കട്ടാടിയട്ടെ. ഒറ്റ വിളി ഹല്ലേലൂയ. കുറേ നാൾക്ക് മണക്കരയിൽ വലിയൊരു രസകരമായൊരു അത്ഭുതമുണ്ട്. വളരെ രസകരം വെച്ചാൽ, കാസർഗോഡ് നിന്ന് ഒരു മകള് അവിടെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അവൾ ഒരു 9 ശനിയാഴ്ച ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 9 ശനിയാഴ്ചകൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മകൾക്ക് കുഞ്ഞില്ല. അത് ഇവൾ ഗർഭിണിയായി 1-2 പ്രാവശ്യം അതെല്ലാം ഇങ്ങനെ അബോർഷനായി പോയി. അങ്ങനെയുണ്ട് 3-4 വർഷത്തോളമായിട്ട് ഈ മകൾക്ക് മക്കളില്ല. അവൾ ഈ 9 ശനിയാഴ്ചത്തേക്ക് വരുമ്പോൾ അവളെടുത്ത തീരുമാനം അല്പം കൂടെ വലുതായി. അത് മാത്രമല്ല പ്രശ്നം. അവളുടെ പ്രോബ്ലം തന്നെ അവൾ ചെയ്തത്, അവളുടെ കൂട്ടത്തിൽ അവൾക്ക് 2 ഫ്രണ്ട്സുണ്ട്, 2 സഹോദരിമാർ, ഫ്രണ്ട്സായിട്ടുള്ള അവരെ കൂട്ടുകാരികളായ 2 പേർക്കും കൂടെയാണ്. അതിലൊരാൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് മക്കളില്ല. രണ്ടാമത്തെ ആൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട്, ഇവൾക്ക് 3-4 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഇവൾ അവിടുന്ന് കാസർഗോഡ് നിന്ന് അണക്കരെ വന്ന് 9 ശനിയാഴ്ചകളിൽ തപസ്സെടുത്ത് പ്രാർത്ഥിക്കുക. ശരിക്കും എന്തൊരു 10-12 മണിക്കൂറത്തെ യാത്രയുണ്ട്. അവിടുന്ന് വൈകുന്നേരം പോരും, വെള്ളിയാഴ്ച വൈകിട്ട് പോരും, ശനിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഈ ശനിയാഴ്ച പകൽ മുഴുവൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. എന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരം തിരിച്ച് ബസ്സിന് കയറി ഞായറാഴ്ച വീട്ടിൽ ചെല്ലും. പിന്നെ വീണ്ടും പിറ്റേ ശനിയാഴ്ച ഇങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഇവൾ നിയോഗം ഇതാണ്, എനിക്ക് മാത്രം എൻ്റെ കൂടെയുള്ള അവളുടെ 2 കൂട്ടുകാരികൾക്കും കൂടെ കുഞ്ഞുങ്ങളുണ്ടാകും. 3 പേർക്ക് വേണ്ടിയാണ് ഇവൾ തന്നെയാണ് വരുന്നത്. ഫെയ്ത്താണ്. ശ്രമോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞവരുണ്ട്. നിഷ്കളങ്ക ഹൃദയങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വക്രതയുള്ള ഹൃദയങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. അഹങ്കാരമുള്ള ബുദ്ധികൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. പറഞ്ഞ ഹല്ലേലൂയ. പാപമുള്ള ഹൃദയങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. അങ്ങനെ 9 ശനിയാഴ്ചകളിൽ പ്രാർത്ഥിച്ചു. സാക്ഷ്യത്തിൽ പറയുന്നത്, അച്ഛൻ വിളിച്ചു പറഞ്ഞു, മക്കളില്ലാത്ത 3 ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന്. ഈ മകൾ പറയും, ആ സമയത്ത് എൻ്റെ ഉദരത്തിൽ തീ പിടിക്കുന്ന ഒരു ഭയങ്കര ചൂടുണ്ടായി. വിശ്വാസം. ഇത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇത് കഥയല്ല. അച്ഛനിത് പറഞ്ഞ് കഥ പറയാൻ വന്നതല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അനുഭവം പങ്കുവയ്ക്കാനാ. അനുഭവം കൊണ്ട് പറയും. ഈ സുവിശേഷ വേല ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ഈശോയെ അനുഭവിക്കാൻ ഒരുപാട് അവസരം എൻ്റെ കർത്താവ് പാപിയായ, ഒരുപക്ഷെ പാപികളിൽ ഒന്നാമനായി എനിക്ക് ദൈവം കൃപ തന്നു. അതുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവൾ പറയും, എൻ്റെ ഉദരത്തിൽ ഭയങ്കരമായ തീപോളത്തെ ചൂട് വന്നു. അപ്പം എനിക്ക് വിശ്വാസം, എനിക്ക് എൻ്റെ ദൈവം അനുഗ്രഹം തന്നു. ഇവൾ പറയാൻ, ഞാൻ തിരിച്ച് 9 ശനിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നന്ദിയോട് തിരിച്ചു പോയി. ആ ദിവസങ്ങളിൽ ഇവൾ ഗർഭിണിയായി. പ്രസലോഷ്. ആ മാസം തന്നെ അവളുടെ കൂട്ടുകാരികൾ 2 പേരും ഗർഭിണികളായി. പ്രസലോഷ്.
ഒരേ കാലത്ത് തന്നെ അവൾ എഴുതിയിരിക്കുക 3 പേരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഫെയ്ത്ത്, 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 ഫെയ്ത്ത്. എവിടെ നിൽക്കുന്നു നിന്റെ വലിപ്പം? ഒരുവന്റെ വലിപ്പം, ഒരു ക്രിസ്ത്യാനിയുടെ വലിപ്പം അവന്റെ വിശ്വാസത്തിന്റെ വലിപ്പമാണ്. വിശ്വാസത്തിൽ കുറവാണെങ്കിൽ അവൻ ചെറുതാണ്. അവന് എത്ര വലിയവനാണെങ്കിലും സീറോയാ. എന്തേരം നേടിയെന്ന് പറഞ്ഞാലും വട്ടപ്പൂച്ചയാ. വിശ്വാസിയുടെ വലിപ്പം അവൻ്റെ വിശ്വാസം, വേറൊന്നുമല്ല അവൻ്റെ വലിപ്പം വരാൻ പാടില്ല. സുവിശേഷ ശുശ്രൂഷയുമായിട്ട് കർത്താവിനെ ഒരുപാട് യാത്ര ചെയ്യിപ്പിച്ച് സുവിശേഷം എടുത്തുകൊണ്ട് പോകുമ്പോൾ അനുഭവങ്ങൾ കണ്ടത് മുഴുവനും ദൈവത്തിൽ സംശയമില്ല. അതാണ് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം നിങ്ങൾ പോയിരുന്നു വായിക്കണം. സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വായിച്ച് വിശ്വാസം കിട്ടട്ടെ. ഇത് കിട്ടാതെ വേറെ എന്ത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എബ്രായ 11:6 പറയും, 6-ാമത്തെ അപ്രകാരം എടുക്കപ്പെടുന്നതിന് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധ്യമല്ലത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പരിശുദ്ധ അമ്മ ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവളുടെ വിശ്വാസത്തോടെ. അബ്രാഹാം, പൂർവ്വപിതാവായ അബ്രാഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചത് തൻ്റെ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലല്ല വിശ്വാസത്താലാണെന്ന് പ്രഖ്യാപിക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ ഒരാളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി. കർത്താവിൻ്റെ വചനങ്ങൾ, സുവിശേഷ വചനങ്ങളെ, വെളിപാടുകളെ, അരുളപ്പാടുകളെ സംശയമില്ലാതെ വിശ്വസിച്ചുകൊണ്ട് ആ പാതയിലൂടെ നടക്കുന്നതാണ് വിശ്വാസം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ 11:6 പറയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അത്ഭുതം കാണും. ശരിക്കും പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനോട് എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ബോധ്യമുണ്ട്. ഏറ്റവും വലിയ പാപം അത് അവിശ്വാസം. പാപം മുഴുവൻ ഉത്ഭവിക്കുന്നത് അവിശ്വാസമുള്ള മക്കളില്ല. അവിശ്വാസമുള്ളവരിൽ പാപം പെരുകുക. വിശ്വാസ തകർച്ചയിലൂടെയാണ് ധാർമ്മിക അധപ്പതനം ഉണ്ടാകുന്നത്. നമ്മുടെ കൂട്ടായ്മയിൽ സംഭവങ്ങൾക്ക് ധാർമ്മിക അധപ്പതനം സംഭവിക്കുന്നത് ദൈവവിശ്വാസം തകരുന്നതിൻ്റെ. അതിനെ പിടിച്ചെടുത്ത് അവൻ ധാർമ്മിക അധപ്പതനം മാറ്റാൻ വേണ്ടി സെമിനാറുകളോ അറിവുകളോ കൊടുത്തിട്ട് കാര്യം. പലപ്പോഴും ഏറ്റവും കൂടുതൽ ധാർമ്മിക അധപ്പതനം ഉള്ളത് നല്ല അറിവുള്ള ആളുകളുടെ ഇടയിൽ തന്നെയാണ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ പാപം ചെയ്യുന്നത്. കാരണം ഇവിടെ വിശ്വാസമില്ല. ദൈവവിശ്വാസം, ദൈവഭയം. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ജ്ഞാനമുണ്ടാകുന്ന ദൈവഭയമുണ്ടാകുമ്പോഴാണ്, ദൈവവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ജ്ഞാനമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വിശുദ്ധ എലിസബത്ത് പറഞ്ഞ ആ വചനം നിനക്കും നിന്നിലും സംഭവിക്കട്ടെ. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ബന്ധനമായിട്ട് പോരാ, ഒറ്റ വിളി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ കൈയടിച്ച് ഈശോയുടെ മക്കളൊന്ന് എന്നിട്ട് നടിയടിച്ച് അഭിഷേകത്തോടെ ആമേൻ. റോമാലേഖനത്തിൻ്റെ ഒരു വലിയ വചനം വിശ്വാസത്തെക്കുറിച്ച്. അതുകൊണ്ട് ഫെയ്ത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊന്നും വേണ്ട. ഫെയ്ത്ത് കിട്ടിയാൽ മതി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 23, 24, 25 വചനമുണ്ട്. പെസഹാ തിരുനാളിന് ഈശോ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട് അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവനാകട്ടെ അവരെ ആരെയും വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിഞ്ഞിരുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
അത് ശരിയാ കേട്ടോ. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കണ്ടിട്ട് വിശ്വസിക്കുന്ന ആളുകളൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. വിശ്വസിക്കാൻ പാടില്ലെന്ന ദൈവവചനവും പറയുന്നത്. കാരണം വെച്ചാൽ അതല്ല ഫെയ്ത്ത്, അതിനപ്പുറത്ത് നിൽക്കുന്നൊരു സംഭവം. സ്വരമടച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. അത് കൃപയാണ്. ഉള്ളിൽ കിട്ടുന്നൊരു ചൈതന്യം, പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൈവ സാന്നിധ്യം. അത്ഭുതങ്ങളല്ല, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത്ഭുതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നൊരു തലമാണ് വിശ്വാസം. അത് എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യ അനുഭവം, ദൈവം കൂടെയുള്ളെന്ന അനുഭവം. ആ ഒരു സാന്നിധ്യം കിട്ടണം. അത് കിട്ടാതിരിക്കുന്നത് ശരിയാകത്തില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ അവിടുത്തെ കല്യാൺ ഡയസിസിൻ്റെ കത്തീഡ്രൽ പള്ളിയിലൊരു ധ്യാനം നടന്നു. അപ്പം അന്നിങ്ങനെ വൈകുന്നേരം ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരിച്ചും പറഞ്ഞിട്ട് ഒരു സഹോദരി കണ്ണീരോടെ എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് ആൾക്കാരുടെ ബലിപീഠത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങ് വന്നിക്കുക. അപ്പം മകൾ പറഞ്ഞ അച്ചോ, എൻ്റെ ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, ആൾ ഭയങ്കര മദ്യപാനമാണ്, ആൾ ഒരു നിയന്ത്രണമില്ല, ആൾ ഭ്രാന്ത് പോലെ കാണിക്കുന്നത്, പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല, കുമ്പസാരിക്കില്ല, കുർബാനയില്ല, എല്ലാം തെറിവിളിയാണ്, വീട് മുഴുവൻ തല്ലി തകർക്കുക, എന്നെ ചെയ്യണമെന്നറിയില്ല, ഞാൻ ആത്മഹത്യയുടെ വാക്കിൽ കരമാവിട്ടിങ്ങനെ കരയും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു കരച്ച് നാളെ നിൻ്റെ ഭർത്താവിനെ എങ്ങനെയും കൊണ്ടുവരും. പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു രക്ഷയില്ല, ആൾ പള്ളിയോ ധ്യാനമോ പ്രാർത്ഥനയോ ഒന്നിനും പോകില്ല അച്ഛാ, താല്പര്യമില്ലെന്ന് മാത്രമല്ല എതിർപ്പാണ്, വീട്ടിൽ സമാധാനം വെച്ച. ആ കൂട്ടത്തിൽ ആൾ പറഞ്ഞിങ്ങനെ ചില സമയത്ത് കുടിച്ചിട്ട് നിലത്ത് കിടന്നിട്ട് ഇത് ഇങ്ങനെ കിടന്നു ഉരുളും, മദ്യപാനം. എന്നിട്ട് ഈ അഴുകിയ സാധനങ്ങൾക്ക് എടുത്ത് കഴിക്കും. എന്താ കാണിക്കുന്ന അറിയില്ല അച്ഛാ, ഒരു രക്ഷയില്ല. ആ മനുഷ്യൻ്റെ അമ്മയും സഹോദരങ്ങളൊന്നും ഇയാളോട് മിണ്ടുപോലുമില്ല. അങ്ങനെ ഞാൻ അപ്പോൾ ഈ ഭാര്യയാണ് പറഞ്ഞത്, ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്, ഇനി എനിക്ക് മാർഗമൊന്നുമില്ല. അപ്പം ഞാൻ വരാൻ പറഞ്ഞു വരാൻ നടക്കില്ല അച്ഛാ. അപ്പോൾ എനിക്കെന്തോ കട്ടപ്പോൾ ഒരു വിഷമം. അപ്പോൾ പക്ഷേ ഈ മകൾക്ക് നല്ല ഫെയ്ത്തുണ്ട്, കാരണം അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വന്നത്. ഞാൻ ഈ മകളെ തലയിലോട്ട് കൈവച്ച്, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഭർത്താവിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളെ ഞാൻ ബന്ധിച്ചുകൊണ്ട് പറയുക, നീ പൊക്കോ, നാളെ അവനെ ഇവിടെ വന്നിരിക്കും. അരട്ട വാക്കങ്ങ് പറയുക, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് ഈ മകൾ അവിടെ നിന്ന് പോയി. വൈകുന്നേരം ഒരു 8 മണി കഴിഞ്ഞ് 8 മണി 9 മണിലും കഴിഞ്ഞു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ മകൾ പോയി. ഞാൻ ആ കാര്യം വിട്ടു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കൽ ആരോ ആഞ്ഞിടിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് എഴുന്നേറ്റ് ഇങ്ങനെ ഇടിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ശുശ്രൂഷരെ ഫോട്ടോ, അച്ഛാ ഞങ്ങളാരും അല്ല, പിന്നെ ആരും നോക്ക്, പ്രൈസ് ദി ലോർഡ്, വിചാരിച്ചനും അല്ല, നോക്കുമ്പോൾ ഉണ്ട് ഈ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് അപ്പുറം ഒരു സംഭവമാണ്. ഈ മകൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. വൈകുന്നേരം 9 മണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മകനെ കാണാമല്ലോ. അപ്പോൾ എവിടെ പോയെന്ന് അന്വേഷിച്ച് നടക്കുക. സംഭവിച്ചത് ആർക്കൊന്നും അറിയത്തില്ല. ഈ ഡെലിവറി സത്യത്തിൽ അവർ പിന്നീട് അച്ഛൻ ബന്ധിച്ച സമയത്ത് ഈ വ്യക്തി എവിടെയോ ആയിരുന്നു, ആൾക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങോട്ട് ആൾ പിന്നെ മൂവ് ചെയ്യുന്നത് ശരിക്ക് ഞാൻ ഈ മുറിയിൽ കിടക്കുന്നത് പോലും ഈ മനുഷ്യൻ അറിയത്തില്ല. ഒരു വലിയൊരു 2 നില കെട്ടിടം പോലത്തെ സംഭവമാണ് പള്ളിമുറി. അതിന് പുറത്തൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റ് എങ്ങനെ ഇത് തുറന്നുകൊണ്ട് കിടന്നു വന്നു. രാവിലത്തെ വിചാരിച്ചൻ പള്ളിമുറി തുറന്നപ്പോൾ പള്ളിയിൽ മണിയടിക്കാനോട് പോയപ്പോൾ കൊണ്ട് തുറന്നു വയ്ക്കും. അപ്പോൾ അതിനകത്തോട് ഈ മനുഷ്യൻ എൻ്റെ മുറി നടത്തി നേരെ വന്നു മുറി. ഞാൻ തുറക്കുമ്പോൾ ഈ ആളകത്തോട്ട് വന്നിട്ട് എൻ്റെ അവിടെ നിലത്ത് കിടക്കുന്ന കസേരകളെല്ലാം കൂടി എടുത്ത്, എന്നെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ശുശ്രൂഷർ ഒന്ന് ഇവർ കയറി എന്നെ പിടിച്ചു. ഇവനൊന്നും അറിയുന്നില്ല. പിന്നെ നിലത്തോട്ട് എൻ്റെ മുറി കിടന്ന് പിടയ്ക്കുക, ഉരുളുക. ഒരു 15-20 മിനിറ്റ് നേരം. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മനുഷ്യനെ കാണാനില്ലെന്ന് പറയാൻ വേണ്ടി രാവിലെ ഓടി പള്ളിയോട്ട് വരിക. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തും എൻ്റെ കൂടെയുള്ള എല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന് മഹത്വം, എനിക്കല്ല മഹത്വം. എനിക്കൊരു മഹത്വം തന്നേക്കരുത്. ഇതിനകത്ത് എനിക്കൊരു മഹത്വം വേണ്ട, മുഴുവൻ മഹത്വം കർത്താവിന് മാത്രം.
10 മിനിറ്റ് കഴിയുമ്പോൾ ആളുടെ ബന്ധനം കഴിഞ്ഞു. ആള് സൗഖ്യം. ആള് കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നോടും. അപ്പം ആളുടെ ഭാര്യ അടുത്തേക്ക് കയറി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെവിടെയാണ് നമ്മൾ? ഇതേതച്ഛനാ ഇതെവിടെയത്? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാകില്ല. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വയേറ്റ് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, വിശ്വസിക്കുന്നവർക്ക് അവൻ അനുഭവം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവൻ അനുഭവമാകുന്നുള്ളൂ. ഇന്ന് നമ്മുടെ സഭയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, കാര്യം നോക്കിയ എല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ പുറമേ നോക്കിയ വിശ്വാസം, പക്ഷേ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞ ഹൃദയത്തിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് നോക്കുമ്പോൾ പുറമേ ഉള്ളതുപോലെ ഉള്ളിൽ വിശ്വാസമുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവുണ്ട്, ഭയങ്കര അറിവുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ വിശ്വാസമില്ല. നിന്റെ അറിവ് നിന്റെ വിശ്വാസത്തിനത് ഉപകരിക്കുന്നില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് ഗുണം, എന്ത് മെച്ചം? ഒരു പക്ഷേ ആ അറിവ് തന്നെ നിനക്കും നിന്റെ ചുറ്റുമുള്ളവർക്കും ദ്രോഹമേ ചെയ്തു കൂട്ടുകയുള്ളൂ. അകറ്റപ്പെടുന്നു, അധികാരശക്തി വെളിപ്പെടുന്നു, സൈനിക അധികാരശക്തി വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചവേ സാധിക്കുന്നു. പെൺകൾക്ക് മോതിരം മറ്റർക്ക് കാണിച്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ കൃപകളുടെ വിശ്വകർത്താവാണെന്ന് ഏറ്റവും കൃപ ലഭിക്കട്ടെ. വിശ്വമാത്രമാണ്, വിശ്വമാത്രമാണ്, വിശ്വമാത്രമാണ്. ഒറ്റ വിളികരം വിശ്വസിക്കുന്നു.